എന്താണ് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര? അതാദ്യം അറിയണ്ടേ. തൊടുവര അഥവാ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഒരു വൃത്തമുണ്ടെങ്കിൽ, ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ, ഇപ്പൊ ആ പോയിന്റിനെയാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. ഇതാ ഈ പോയിന്റ്. ഈ പോയിന്റിനെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പോയിന്റ്, അല്ലെ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് വൃത്തത്തിന്റെ പുറത്ത് വരയ്ക്കുന്ന വരയെയാണ് എന്ത് വിളിക്കുക? തൊടുവര അഥവാ ടാൻജന്റ് എന്ന് വിളിക്കുക. ഓക്കെ, സ്ട്രൈറ്റ് ആട്ടോ. ക്ലിയർ അല്ലേ? വൃത്തത്തിലെ ഒരു ബിന്ദുവിനെ മാത്രം തൊട്ട് വൃത്തത്തിന് പുറത്ത് വരയ്ക്കുന്ന വരയെയാണ് എന്ത് വിളിക്കുന്നത്? തൊടുവര അഥവാ ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ ഓരോ ചോദ്യം ചെയ്യുമ്പോഴും നമ്മൾ വിട്ടുപോകുന്നതുമായ അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യം, ഏത് വൃത്തമാണെങ്കിലും അതിനൊരു സെന്റർ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെ? ഇത് അതിന്റെ സെന്റർ, വൃത്തകേന്ദ്രം, സെന്റർ ഓഫ് ദി സർക്കിൾ. ഇതിൽ നിന്ന് ഈ പോയിന്റിൽ കൂടെ അല്ലേ ഈ ടാൻജന്റ് കടന്നു പോകുന്നത്, തൊടുവര കടന്നു പോകുന്നത്. അപ്പൊ ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാൻ ഈ തൊടുവരയിലേക്ക് വരയ്ക്കുന്നു. ഓക്കെ, ഈ പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു. അല്ലെങ്കിൽ ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് ആവാം. തൊടുവര എവിടെയാണോ അങ്ങോട്ട്, ടാൻജന്റിനനുസരിച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഈ വരച്ച 4 വരകൾ വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കല്ലേ വരച്ചത്, അല്ലെ? വൃത്തത്തിലെ ഈ ബിന്ദുവിലേക്കല്ലേ വരച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ്? ഈ വരച്ച 4 വരയും ആരമാണ്, അല്ലെ? അല്ലെങ്കിൽ രണ്ടായിട്ട് എടുക്കുകയാണ്, ഇതൊരു വര, ഇത് വേറൊരു വര എന്നായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടും വ്യാസമാണ്, അല്ലെ? ആരവും വ്യാസവുമാണ്, ആണല്ലോ. ആരമായിക്കോട്ടെ, വ്യാസമായിക്കോട്ടെ, റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ, ഇതൊക്കെ റേഡിയസ് ആണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്, ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു റേഡിയസ് വരച്ചു, ആരം വരച്ചു. എവിടേക്ക്? ടാൻജന്റ് ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക്. അല്ലെങ്കിൽ സർക്കിളിന് ഒരു ഡയമീറ്റർ വരച്ചു. എവിടേക്ക്? ടാൻജന്റ് ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക്. അത് ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു ആരം അല്ലെങ്കിൽ റേഡിയസ് വരച്ചാൽ, അല്ലെങ്കിൽ ഡയമീറ്റർ ഓർ വ്യാസം വരച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന കോണുകളെല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് അങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ടും ഇതൊക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് ഓരോ ചോദ്യം വരുമ്പോഴും നമ്മളോട് പറയണം അല്ലെങ്കിൽ ചോദ്യത്തിൽ തരണം എന്ന് നിർബന്ധമില്ല. തന്നാലും ഇല്ലെങ്കിലും ഇത് ഇങ്ങനെയാണ്. ക്ലിയർ ആണോ? എങ്കിൽ ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ പാഠത്തിൽ. നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടന്നാലോ? എന്നിട്ട് ചോദ്യം ചെയ്യാം, അല്ലെ? ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുമിച്ച് ചോദ്യം ചെയ്യാം, അതല്ലേ നല്ലത്? ഓക്കെ, എന്താണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്? വീണ്ടും ഒരു വൃത്തം, ഇത് വൃത്തകേന്ദ്രം, 2 ആരങ്ങൾ, ഇത് രണ്ടും ആരം, അല്ലെ? ഇത് വൃത്തകേന്ദ്രം O. എന്നിട്ടോ ഈ ആരത്തിൽ നിന്ന് ഇങ്ങനെ 2 ടാൻജൻസ്, തൊടുവരകൾ. ഇത് ടാൻജന്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും ഇതെന്താണ്? ടാൻജന്റ് ആണ്. ഓക്കെ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നിട്ടോ അപ്പൊ നമുക്ക് ആരമുണ്ട് 2 എണ്ണം, 2 തൊടുവരകൾ ടാൻജന്റ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പേരിട്ടോ. ഓക്കെ, ഇവിടെ ഒരു അക്ഷരം കൊടുക്കാം A, ഇവിടെ ഒരു അക്ഷരം കൊടുക്കാം B, എന്തേലും. ഇങ്ങനെയല്ലേ? ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ മനസ്സിലാവേണ്ടത് എന്താ? ഇവിടെ 90, ഇപ്പുറത്തും 90, രണ്ടും 90 ആണ് എന്ന് മനസ്സിലാവണം. ഒന്നാമത്തെ കാര്യം ആണല്ലോ. അടുത്തതോ, നമുക്ക് ഈ കോണിനെ പറ്റി എന്തോ ഒരു കാര്യം വേറൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ആംഗിള്, ഇത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്, അവിടെ ഉണ്ടായ ആംഗിളാണ്. വൃത്തത്തിന്റെ സെന്ററിൽ ഉണ്ടായ, അല്ലെ? സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടായ ആംഗിളിനെ സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കും. ഏത് പാഠത്തിലെ? സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും, അല്ലെ? എവിടെ? രണ്ടാമത്തെ പാഠത്തില്. അതിനെ നമ്മൾ സി എന്നാണ് എടുക്കുന്നത്, അല്ലെ? അതിനെ നമ്മൾ സി എന്നാണ് എടുക്കാറുള്ളത്, ആണല്ലോ. അപ്പൊ ഇത് സി. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഈസിയാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. ഇവര് രണ്ടാളും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇവര് തമ്മിൽ കൂട്ടിയാലും 180 കിട്ടണം. അഥവാ ഇത് എന്ന് പറഞ്ഞാൽ 180-ൽ നിന്ന് ഈ സി കുറച്ചതാണ്. 180-ൽ നിന്ന് ഈ സി കുറച്ചാൽ ഇവിടത്തെ ആംഗിൾ കിട്ടും. അത് ക്ലിയർ ആണോ? ഇന്ന് അടുത്ത കാര്യം പറഞ്ഞാലോ? 3. അങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. കാര്യം പഠിക്കലും കൂടി ആവുമല്ലോ. ഓക്കെ, വീണ്ടും ഇതിന്റെ തുടർച്ചയാണ് ഇനിയുള്ള കാര്യങ്ങള്. ഒരു വൃത്തമുണ്ട്, വൃത്തകേന്ദ്രമുണ്ട്, 2 ആരങ്ങളുണ്ട്, 2 തൊടുവരകളുണ്ട്, പ്ലസ് ഒന്നും കൂടി ഉണ്ട്. എന്താ? ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഞാണ് കൂടി ഉണ്ട്. ആ നീലവര എന്താണ്? ഞാൻ, അല്ലെ? കോഡ്. നീലവര എന്ത് വിളിക്കും? കോഡ് എന്ന് വിളിക്കും. എന്താ കോഡും ടാൻജന്റും തമ്മിലുള്ള വ്യത്യാസം? കോഡ് സർക്കിളിനെ 2 പോയിന്റിൽ ടച്ച് ചെയ്യും, ടാൻജന്റ് ഒറ്റ പോയിന്റിലെ ടച്ച് ചെയ്യുള്ളൂ. ഓരോ ടാൻജന്റും ഓരോ പോയിന്റിൽ. പിന്നെ എന്താ രണ്ടാമത്തെ പ്രത്യേകത? കോഡ് ഇൻസൈഡ് ദി സർക്കിൾ ആണ്, ടാൻജന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ ആണ്. മലയാളത്തില്
ഞാൻ എന്ന് പറഞ്ഞാൽ വൃത്തത്തെ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, രണ്ട് ബിന്ദുക്കളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. തൊടുവര ഓരോന്നായിട്ട് എടുത്താൽ ഓരോന്നും ഓരോ പോയിന്റിൽ മാത്രമേ വൃത്തത്തെ തൊടുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ എന്താ, തൊടുവര എന്ന് പറയുന്നത്, ടാൻജന്റ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ പുറത്താണ്, ഞാൻ അഥവാ കോഡ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ അകത്താണ്. ഇതൊക്കെയാണ് വ്യത്യാസം, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ ആണല്ലോ, ഇത് സി, അത് സി തന്നെ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം ഈ മുഴുവൻ കോൺ എത്രയാണ്, ഈ മുഴുവൻ കോണ് 90 ഡിഗ്രിയാണ്. ഈ മുഴുവൻ കോണും തന്നെയാണ് 90 ഡിഗ്രിയാണ്. അത് നമുക്കറിയാം അല്ലെ, നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് 90 90 90 അല്ലെ, ആണല്ലോ. ഇനി ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന കാര്യം, ഇതിലൊന്നും മാറ്റില്ല കേട്ടോ. ഇത് 180 മൈനസ് സി, അതിലൊന്നും മാറ്റില്ലേ. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു കോൺ, ഇത് ഈ 90ന്റെ ഒരു ഭാഗം, 90ന്റെ ആ ചെറിയൊരു ഭാഗത്തെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, ഈ രണ്ട് ഭാഗത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്രകോണിന്റെ പകുതി, ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ. എങ്ങനെയായിരിക്കും, കേന്ദ്രകോൺ സി ആണെങ്കിൽ അതിന്റെ പകുതി c/2, രണ്ടും. വ്യക്തമല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി കണ്ടുപിടിക്കാൻ ആലോചിക്കൊന്നും വേണ്ട, ഈസി ആയിട്ട് വഴി പറയട്ടെ. നമ്മുടെ സെൻട്രൽ ആംഗിൾ ഇവിടെ അല്ലേ കേന്ദ്രകോൺ, കേന്ദ്രകോണിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ ഈ നീലവര, ഞാൻ അല്ലെ, കേന്ദ്രകോണിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ നീലവര വരച്ചത്, അത് മനസ്സിലായല്ലോ. ആ നീലവരയുടെ അപ്പുറത്തല്ലേ c/2. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എങ്ങനെ, ഒരു കേന്ദ്രകോൺ ഉണ്ടെങ്കിൽ അതിന്റെ എതിർവശത്തിന് പുറത്ത്, ഒരു സെൻട്രൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ പുറത്ത് എന്തായിരിക്കും, c/2 ആയിരിക്കും, അഥവാ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും, കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും. ക്ലിയർ ആണല്ലോ, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ചോദ്യം വേണ്ടി കേട്ടോ, ചോദ്യം ചെയ്യാം. ഇനി നാലാമത്തെ കാര്യം കൂടി പഠിച്ചാൽ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈസി ആയിട്ട് ചോദ്യം ചെയ്യാമേ. എന്താ നാലാമത്തെ കാര്യം, ഇതൊക്കെ തന്നെയാണ്. ചെറിയൊരു കാര്യം കൂടി ഇവിടെ അധികം പറഞ്ഞിരുന്നു. ഇതാ ഇങ്ങനെയാണ് തന്നത്, അഥവാ ഇതാണ് ഇതിന്റെ സെന്റർ. ഓക്കെ, ഇങ്ങനെ ഒരു ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്, കോൺ ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ടോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൊടുവരയുണ്ട്, ടാൻജന്റ്. ഇത് പി ആട്ടോ, ഇതൊക്കെ പി ഇടാം. ഈ പോയിന്റ് ഇത് എ, ഇത് ബി, അതുപോലെ ഇത് ഇവിടെ എ, ഇവിടെ ബി. ഈ നീലവരി ഇവിടെ ഉണ്ട്. ക്ലിയർ അല്ലേ, നീലവരി അവിടെ ഉണ്ട്. ഇനിയോ എന്താ ഇവിടെ പഠിക്കുന്നത്, ഇവിടെ സെൻട്രൽ ആംഗിൾ തന്നോ, ഇല്ല. ഈ നീലവരനെ എടുത്ത് കുറച്ചുകൂടി സെന്ററിന്റെ അടുത്തേക്ക് ഒന്നും ഇല്ല, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്ത് തന്നിട്ടില്ല, സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ തന്നിട്ട് ഇല്ല, കേന്ദ്രകോൺ തന്നിട്ടില്ലല്ലോ, ഇല്ല. പക്ഷേ ഇത് തന്നു, ഇത് c/2 ആണെന്നാ തന്നെ, ഇത് c/2 ആണെന്നാ തന്നെ. ഓക്കെ, അത് c/2 ആണെങ്കിൽ നമ്മൾ കേന്ദ്രകോണിന്റെ അവിടെ പറഞ്ഞ അതേപോലെ ആലോചിക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക, എതിർവശം എടുക്കുക. അതിന്റെ പുറത്ത്, ഓപ്പോസിറ്റ് സൈഡിന്റെ പുറത്ത് ഇത് ആ രണ്ടെണ്ണം എന്തായിരിക്കും, അത് രണ്ടും c/2 തന്നെ ആയിരിക്കും. സി അല്ല, c/2. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് ചെറിയ ഡൗട്ട് തോന്നിയോ, അപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എന്താ അത്, ഞാൻ ഇതൊന്നും ഇങ്ങനെ തിരിച്ച് വരച്ചു നേടൂ, ഒപ്പം സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ കൂടി വരച്ചു. ഇവിടെ കേന്ദ്രകോൺ ഇല്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാതെ കേന്ദ്രകോൺ, അതില്ല. ഇവിടെ കേന്ദ്രകോൺ തന്നിട്ടില്ല, ഞാൻ ഇവിടെ കേന്ദ്രകോൺ കൂടി തന്നു. എന്തിനാ, ഇതൊന്ന് മനസ്സിലാവാൻ, എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്തോടത്ത് ഞാൻ എന്ത് ചെയ്തത്, കേന്ദ്രകോൺ കൂടി തന്നത്. ഒന്ന് നോക്കിക്കേ, ഇപ്പോ ഞാൻ സംഖ്യ വെച്ച് പറയാം. ഇത് സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ ആണല്ലോ, അതൊരു 100 ആണെന്ന് വിചാരിക്കാം. ഇത് 100 ആണെങ്കിൽ ഇവിടെ എന്താ വരിക, നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളിലും പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50 അല്ലെ, 100ന്റെ പകുതി ആയിരിക്കും അല്ലെ. ഇനി നമ്മൾ ഈ പാഠത്ത് പഠിച്ചു, സെൻട്രൽ ആംഗിളിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് അല്ലെ, കേന്ദ്രകോണിന്റെ നേരെ എതിർവശം, അതിന്റെ പുറത്ത്, അതിന്റെ അകത്ത് പറഞ്ഞ എന്താണ് അകം, ഇത് പുറത്ത്, അതെന്തായിരിക്കും, അത് 50 അതെങ്ങനെ കിട്ടിയേ, ഇതിന്റെ പകുതി ആയിരിക്കും, കേന്ദ്രകോണിന്റെ പകുതി c/2. ഇവിടെ c ആണെങ്കിൽ ഇത് c/2, ഇതും c/2 എന്ന് നമ്മൾ പഠിച്ചില്ലേ. c 100 ആണെങ്കിൽ ഇതും 50. ഇനി ഇവിടെ c ആണെങ്കിൽ ഇതും എന്തെന്നെയാണ്, c/2 ആണ്. ഇനി ഒന്ന് ആലോചിച്ചേ, ഇത് തന്നിട്ടില്ല എന്ന് വിചാരിച്ചോ, പകരം ഇതൊന്നും തന്നിട്ടില്ല കേട്ടോ,
പകരം നമുക്ക് എന്താ തന്നിട്ടില്ലേ? ഇവിടെ 50 ഇതാണ് സെന്റർ, ഇത് 50 തന്നാലും നമുക്ക് മനസ്സിലാക്കാം ഇതും 50, ഇവിടെയും 50 അല്ലേ? ഇവിടെ 100 ഉണ്ടാവും, 100 ഇവിടെ 50 അല്ലേ? അപ്പൊ ഇവിടെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ തരണമെന്നില്ല. നേരെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കുക. അതിൽ എന്താണോ കിട്ടിയത് അതന്നെ എഴുതിക്കാം. ഇവിടെ എന്താണോ കിട്ടിയത് അത് ഇവിടെ എഴുതിക്കാം. സെൻട്രൽ ആംഗിൾ ആണ് തന്നത് എങ്കിൽ നേരെ ഓപ്പോസിറ്റ് പിടിക്കുക, പകുതിയാക്കുക. സെന്റർ കേന്ദ്രകോൺ ആണെങ്കിൽ പകുതി ആക്കണം, മുകളിലെ കോണാണെങ്കിൽ പകുതി ആക്കണ്ട. 4 ഐഡിയകൾ. ഇനി ഇത് 4 വെച്ചിട്ട് വരുന്ന ചോദ്യങ്ങളിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം സ്ക്രീനിൽ കാണാം. എന്താ പറയുക? ഫിഗർ എ ബി ബി സി എ സി ടച്ചസ് ദി സർക്കിൾ അറ്റ് പോയിന്റ് സെറ്റ് എക്സ് വൈ ആംഗിൾ ഒക്കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് എ ബി സി അല്ലെ? എന്താ ചോദ്യം? ഇതില് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ വൃത്തത്തിന്റെ തൊടുവരകളാണ് എ ബി ബി സി എ സി. ടാൻജൻസ് ആണ്. എ ബിയും ബി സിയും എ സിയും ടാൻജൻസ് ആണ് അല്ലെ? അത് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് സെറ്റ് എക്സ് വൈ. ഇത് ക്ലിയർ ആണല്ലോ? ഡൗട്ട് അടിക്കാൻ മാത്രമൊന്നുമില്ല. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? എയും ബിയും സിയും ഒന്ന് കാണാൻ പറഞ്ഞു. ഒന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പൊ എന്താണ് ഇവിടെ എ ബി സി എന്ന് പറയുന്ന 3 കോണുകൾ കണ്ടുപിടിക്കണം അല്ലെ? വൃത്തന്റെ കുറച്ചുകൂടെ ഇങ്ങനെ കണ്ട് മനസ്സിലായോ? ഇനി ഒന്ന് നോക്കിക്കേ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് 50 60 ആണ് അല്ലെ? 50 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ 50 60 110, ബാക്കി ഇവിടെ 70 വരണം. എന്നാലേ 3 കൂടി കൂട്ടുമ്പോൾ 180 ആവുള്ളൂ. ത്രികോണത്തിന്റെ അകത്ത് 3 കോണുകൾ കൂടി കൂട്ടിയാൽ എത്ര വരണം? 180 വരണം. ഇനി നമുക്ക് എയും ബിയും സിയാ വേണ്ടേ? ഇതിപ്പോ അതിന് ആവശ്യമാണോ? ആവശ്യമാണ്. ഇനി ഓരോ ആംഗിളുകൾ എടുക്കുക, ഓരോ കോണുകൾ. ഏത്? ഇവിടെ തന്നിട്ടുള്ള 3 എണ്ണത്തിൽ ഓരോന്ന് എടുക്കുക. ഇപ്പൊ 60 എടുക്കുക എന്ന് വിചാരിക്കുക. 60 കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ ആണോ? അല്ലല്ലോ. അപ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പിടിക്കുക. ഇതല്ലേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്? എത്ര വശം? സെറ്റ് വൈ എത്ര വശമാണല്ലോ? അതിന്റെ പുറത്തേക്ക് പോവുക. അതിന്റെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ലേ? അത് രണ്ടും എത്ര ആയിരിക്കും? ഇവിടെ 60 ആണെങ്കിൽ ഇത് രണ്ടും തന്നെ ആയിരിക്കും? 60 തന്നെ ആയിരിക്കും. അത് രണ്ടും 60 ആണെങ്കിൽ 60 60 120. അപ്പൊ ബാക്കി ഇവിടെ എത്ര വരിക? വീണ്ടും 60. എന്നാലേ 3 കൂടി കൂട്ടിയാൽ 180 ആവുള്ളൂ. അപ്പൊ എ കിട്ടി 60. ഒരു പ്രശ്നം തീർന്നില്ലേ? ഇനി അടുത്തത് എടുക്കുക. ഏത്? അടുത്ത ഏതെങ്കിലും ഒന്ന്. 50 അല്ലെങ്കിൽ 70. 50 50ന്റെ നേരെ എതിർവശം പിടിക്കുക. എക്സ് വൈ അല്ലെ? അതല്ല അതിന്റെ നേരെ എതിർവശം. അതിന്റെ പുറം ഭാഗത്തേക്ക് പോരുക. ഇവിടെ 2 എണ്ണം അല്ലെ? അത് രണ്ടും എത്രയായിരിക്കും? 50 കേന്ദ്രകോൺ അല്ല, സെൻട്രൽ ആംഗിൾ അല്ല. സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ അതിന്റെ പകുതി എടുക്കണം, കേന്ദ്രകോൺ ആണെങ്കിൽ പകുതി എടുക്കണം. ഇവിടെ അതല്ലാത്തത് കൊണ്ട് ഇതും 50, ഇവിടെയും 50. 50 50 100 അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 80 വരണം. എന്നാലേ 3 കൂടി കൂട്ടിയാൽ 180 വരുള്ളൂ. അതും കഴിഞ്ഞു. ഇനി അടുത്തതോ? ഈ 70 ബാക്കി. 70ന്റെ എതിർവശം എങ്ങനെയല്ലേ? അതിന്റെ പുറം എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണം അല്ലേ? അതെത്രയായിരിക്കും? ഇവിടെ 70 70 സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ അല്ല, അതുകൊണ്ട് അത് രണ്ടും 70 തന്നെ. രണ്ടും 70 ആണെങ്കിൽ 140. 140 കൂടെ പിന്നെ ബാക്കി 40. ഇനി ഇത് 3 കൂടി ഒന്ന് കൂട്ടിക്കേ. 60 40 100 100 80 180. അപ്പോഴും ട്രയാംഗിൾ എന്നുള്ളത്, ത്രികോണം എന്നുള്ളത് കറക്റ്റ് ആയില്ലേ? ഇത്രയും പരിപാടി ഉള്ളൂ. ഇനി ഇതേ ചോദ്യം ചെറുതായിട്ടൊന്ന് മാറ്റി ചോദിക്കാം. നേരത്തെ എവിടെ ചോദിച്ചത്? എ ബി സി കണ്ടുപിടിക്കാനായിരുന്നു. അതിന് നമുക്ക് സെറ്റും എക്സും തന്നു. ഇവിടെ തിരിച്ചു വരാം. എങ്ങനെ? സെറ്റ് എക്സ് വൈ കണ്ടുപിടിക്കാം. അതിന് നമുക്ക് എയും ബിയും തന്നു. ഓക്കെ, നേരത്തെ ചോദിച്ചതിന്റെ വിപരീതം. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എങ്ങനെ? 60 40 80, സോറി 60 40 100. 100 കൂടെ ബാക്കി 80 കൂട്ടിയാലേ ഇവിടെ ശരിയാവൂ. 3 കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അതിന്റെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി എന്താ വേണ്ടത്? ഇതിന്റെ ഉള്ളിലത്തെ 3 എണ്ണം 1 2 3, ഈ 3 എണ്ണല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. എന്തായിരുന്നു? ഈ 2 കോണുകൾ, ഇതും അത് രണ്ടും തുല്യമായിരിക്കില്ലേ? നമുക്കറിയാലോ, നേരത്തെ ചെയ്തല്ലേ. ഇപ്പൊ ഇവിടെ 60 ആണെങ്കിൽ ഇതും 60 വന്നിരുന്നില്ലേ? അറിയാലോ, ഓർമ്മ ഉണ്ടല്ലോ. അഥവാ ഇങ്ങനെ വന്നാൽ ചെറിയൊരു വ്യത്യാസം. ഇവിടെ 40 തന്നാൽ ഇത് രണ്ടും കൂടി 140 ആണ് ബാക്കി വരേണ്ടത് അല്ലെ? 140 ഇവിടെ വന്നാലേ ഇത് 40 കൂട്ടുമ്പോൾ 180 ആവുള്ളൂ. ഇനി ആ 140 തന്നെ ഇവിടെ രണ്ടിടത്തും തുല്യമായി വീതിച്ചാൽ 70. അതുപോലെ നോക്കിയാൽ ഇത് രണ്ടും നോക്കിക്കേ. അത് രണ്ടെന്താ? ഇവിടെ 80 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ടിടത്തും കൂടി എത്ര വരിക? മാക്സിമം 100 വരാവൂ. 100നെ തുല്യമാക്കി മുറിച്ചാൽ 50 50. അങ്ങനെയല്ലേ? അടുത്തതോ? ഇത് രണ്ടും നോക്കിക്കോളൂ. ഇവിടെ എങ്ങനെ വരും? ഇവിടെ 60 പോയി, അപ്പൊ ബാക്കി 120. 120നെ തുല്യമാക്കിയാൽ 60 60. ഇനി നമുക്കറിയാലോ, നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആണ് വെച്ചത്. നേരത്തെ നമ്മൾ എന്താ ചെയ്ത്?
ഇവിടുത്തെ ആംഗിൾ കോൺ അറിയാമെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് അതിന്റെ പുറത്തേക്ക് വരും അല്ലെ. ഉള്ളിലുള്ള ഈ ഇത് 60 ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് അതിന്റെ പുറത്തേക്ക് വരിക ചെയ്യാം. ഇവിടെ എന്താ വ്യത്യാസം? ഓൾറെഡി ഇത് ഈ വരണ പുറത്താ, അല്ലെങ്കിൽ ഈ ചെറിയ ത്രികോണത്തിന്റെ പുറം ഭാഗം അല്ലെ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നോക്കുക. ഇതിന്റെ അകത്തേക്ക് എന്താ ഇവിടെ എത്തി, അകത്തേക്ക് കയറി ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കുക, സൈഡിന്റെ ഓപ്പോസിറ്റ് കോൺ എടുക്കുക. എടുത്തൂടെ? അപ്പൊ അതല്ലേ, അതെത്രയായിരിക്കും? അതെത്രയായിരിക്കും? 70 ആയിരിക്കും. കാരണം ഇവിടെ രണ്ടോടത്തും 70 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 70 തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അതുപോലെ നോക്കിക്കേ, ഇവിടെ 50 അല്ലേ. അപ്പൊ ഈ സൈഡിന്റെ ഉള്ളിലേക്ക് കയറുക, തന്നെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ആ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതല്ലേ എടുക്കുക, എതിർ കോൺ എടുക്കാലോ. രണ്ടും 50 ആണ്. അപ്പൊ എതിർക്കോൺ എന്തായിരിക്കും? ഇവിടെ 50 തന്നെ ആയിരിക്കും. ഇതുപോലെ പറഞ്ഞാൽ 60, ഇവിടെ 60 ആണല്ലോ അല്ലേ, അതിന്റെ നേരെ ഉള്ളിലേക്ക് കയറുക, നേരെ ഓപ്പോസിറ്റ് പിടിക്കുക, അതെന്തായിരിക്കും? 60 തന്നെ ആയിരിക്കും. അപ്പൊ സെറ്റ് 50 x 60 y 70. ഈസി ആയിട്ട് ചെയ്യാലോ. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടും ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട മറ്റൊരു ചോദ്യം, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്ലാസിക് എക്സാമ്പിൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെടുക്കാം. ആ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 168 ഒന്നാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm ഫുൾ സ്റ്റോപ്പ്. ഡ്രോ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40, 60, 80 ഡിഗ്രി വിത്ത് ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. എന്താണ്? 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കണം. എന്നിട്ടോ കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ആവുകയും വേണം. വശങ്ങൾ തൊടുവരകളായി വരികയും വേണം. അപ്പൊ ഒരു ഉദാഹരണം കാണിക്കേണ്ടത് അത്രയേ ഉള്ളൂ. ഒരു വൃത്തം ഇങ്ങനെ വരക്കണം, അതിന്റെ തൊടുവരകളായിട്ട് ഇങ്ങനെ ത്രികോണം വരണം. ഇതിലേത് കോണ് 40 ആണെങ്കിൽ മറ്റേത് 60 ആവണം, വേറൊന്ന് 80 ആവണം. ഈ രീതിയിൽ ചിത്രം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ എങ്ങനെയാണ്? നമുക്ക് 3 കോണുകൾ തന്നിട്ടുണ്ട്, 40, 60, 80. ശരിക്കാണെങ്കിൽ നമുക്ക് ഈ 3 എണ്ണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഏതെങ്കിലും 2 കോണ് മതി. 3 എണ്ണം കിട്ടിയ കൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല, ആവശ്യമില്ല. എന്നിട്ടോ 180 നിന്ന് തന്ന ഒരു കോൺ കുറയ്ക്കുക. അപ്പൊ 40 അടുപ്പിച്ച 40 കുറച്ച് അവിടെ എത്ര വരിക? 140. ഓക്കെ, അടുത്തതോ 180 നിന്ന് വേറെ ഏതെങ്കിലും ഒന്ന്, 60 വേണമെങ്കിൽ 60 ആവാം, 80 വേണമെങ്കിൽ 80 ആവാം, ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ 100. ഇങ്ങനെ 2 ഉത്തരം കണ്ടെത്തിക്കുക, 140 100. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ച ശേഷമാണ് ഡ്രോ എ സർക്കിൾ എന്നാണ് ഫസ്റ്റ് അല്ലെ. 2.5 കോമ്പസ് വെച്ച് വൃത്തം വരയ്ക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ടല്ലോ. എന്തായാലും ശരി, ഇതിൽ കോമ്പസ് വലിയ കോമ്പസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സെന്റർ. എന്നിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് ഒരു ആരം വരയ്ക്കുക. ഞാൻ അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് വരച്ചു. ക്ലിയർ? എന്നിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള 2 ആൻസറുകളില്ലേ, ഇത് 2.5 കേട്ടോ ചോദ്യത്തിൽ തന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തന്ന 2 ആൻസർ കിട്ടിയ 2 എണ്ണം 140, 100. അതിൽ ഞാൻ 140 ആദ്യം എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പൊട്ടലാക്കിൽ ഇങ്ങനെ വെച്ചു. ഈ വര ഇങ്ങോട്ടായതുകൊണ്ട്, വലതുവശത്തേക്ക് ആയതുകൊണ്ട് ഈ വലതുവശത്തുള്ള 0-ൽ നിന്ന് ഇങ്ങനെ നോക്കി ഇവിടെ വന്നപ്പോൾ 140 എനിക്ക് ഇവിടെ കിട്ടിയത്. 140 ആട്ടോ ഈ മാർക്ക് ചെയ്തെന്ന്. അതിലൂടെ ഒരു റേഡിയസ് കൂടിയാണ് വരയ്ക്കുക. ഓക്കെ, ഒരു റേഡിയസ് കൂടി ഇങ്ങനെയാണ് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നിട്ടോ 140 പണി കിട്ടും. അടുത്തതാരാ? ഈ 100 എടുക്കുക. ആ 100 എന്താ ചെയ്യുക? ഒന്നുകിൽ ഇപ്പൊ പുതിയ റേഡിയസിന്റെ ആഴത്തിന്റെ, അല്ലെങ്കിൽ പഴയതിന്റെ എവിടെയെങ്കിലും ഈ ഓല വരയ്ക്കാൻ സൗകര്യത്തിന് വീണ്ടും പൊട്ടതാക്കി ഇങ്ങനെ വരയ്ക്കുക. ഈ വര ഇവിടെ കൊണ്ട് ഇവിടുത്തെ 0-ൽ നിന്ന് ഇങ്ങനെ പോരി അവിടെ എത്തിയപ്പോ 100 കിട്ടി. അപ്പൊ ഞാൻ ആ 100 അടയാളപ്പെടുത്തി 100 എഴുതി. ഇത് 100-ഉം ഇവിടെ 140-ഉം. അപ്പൊ 240 ആയി ആകെ. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക? പിന്നെ ഇവിടെ ഉണ്ടാവുക 120. കാരണം ഒരു പോയിന്റിന് ചുറ്റുമുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? ഒരു പോയിന്റിന് ചുറ്റുമുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ അത് 360 ആണ്. ഓക്കെ, ഇത് 2.5 ആണ്. അത് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മായ്ച്ചു കളയുന്നു. ഓക്കെ, ഇനിയോ ഇപ്പൊ 3 പോയിന്റുകൾ കിട്ടിയ ഏതൊക്കെയാണ്? ഒന്ന് ഇവിടെ, 2, 3. ഈ 3 പോയിന്റിൽ കൂടെയാണ് നമ്മൾ തൊടുവര കടന്നുകൊണ്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇതാണ്. ഇതിലൂടെയാണ് ഇവിടെ വന്നിട്ടാണ് സർക്കിളും ടാൻജന്റും തൊടുന്നത്. തൊടുവരയും വൃത്തവും തൊടുന്ന പോയിന്റുകളാണ് ഈ 3 എണ്ണം. അപ്പൊ നമ്മുടെ തലേക്ക് ഒരു കാര്യം കൂടി വേണം. എന്താ? ഇത് ആരമാണ്. ആരവും തൊടുവരയും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കണം? ആംഗിള് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ആദ്യം ഇവിടെ ഒരു പൊട്ടലാക്കി വെക്കുക. എന്നിട്ട് കറക്റ്റ് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇതാണ് 90 എന്ന് വിചാരിക്കുക. നേരെ മേലേക്കും വരയ്ക്കുക, നേരെ കിഴപ്പോട്ട് കുറച്ച് നീളത്തിൽ വരച്ചു. അപ്പൊ 90-ൽ ഞാനൊരു ഇത് വരച്ചു. അപ്പൊ ഈ കോണളവ് എത്രയാണ്? 90. ഇതേപോലെ അടുത്ത് ചെയ്യാം. എവിടെ? ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇവിടെ പൊട്ടലാക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഞാൻ 90 അടയാളപ്പെടുത്തുന്നു.
എന്നിട്ട് ആ 90 കൂടെ വരയ്ക്കുക, നീട്ടി വരയ്ക്കുക. അപ്പൊ ഇതും 90 ഇനി അടുത്തതോ, ഇവിടെ പൊട്ടലൊക്കെ ഇങ്ങനെ വെക്കുക, എന്നിട്ടോ 90 അടയാളപ്പെടുത്തുക, ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അപ്പൊ ഇതും എന്തായി, 90 ആയല്ലോ. ഇനിയോ ഇത് ത്രികോണമായോ? ചെറിയൊരു വ്യത്യാസമല്ല. എന്താ വേണ്ടത്? ഇതാ ഇതൊന്നും ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം അല്ലേ? നീട്ടി വരച്ചോളൂ. ഇതിന്റെ കുഴപ്പമുണ്ടോ? സ്ട്രൈറ്റ് ആയിട്ട് നീട്ടി വരയ്ക്കുക, ഇത് നീട്ടി വരയ്ക്കുക. അപ്പൊ ഇത് ത്രികോണമായില്ലേ. ഇനിയോ ഇവിടെ 100 അല്ലേ? ഇവിടെ 100 ആയാൽ ഇതെന്തായിരിക്കും? 80. എന്നാലും ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ 40. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ 180. ഇവിടെ 120 ആയ സ്ഥിതിക്ക് ഇത് 60. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ 180. ഇത് മൂന്നും കൂടി കൂട്ടിയാലും 40ഉം 80ഉം 60 കൂടി കൂട്ടിയാലും 180 തന്നെ. അപ്പൊ എല്ലാ അർത്ഥത്തിലും അത് ക്ലിയർ ആയി. ഈ ചോദ്യം ഈസി അല്ലേ? ഇത് ഉറപ്പായിട്ടും വരും. ഇനി ഇവിടെ തന്നെ കോണുകൾ തരാതെ ചോദിക്കാം. 40, 60, 80 എന്ന് തരാതെ പകരം സമഭുജ ത്രികോണം ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് ചോദിക്കാം. എന്താ വ്യത്യാസം? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ നമ്മുടെ കോണ അളവ് എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിൾസും 60 ആയിരിക്കും, എല്ലാ കോണുകളും 60 ആയിരിക്കും. അപ്പൊ കോണളവ് തന്നിട്ടില്ല എന്നല്ല, തരാതെ തരികയും അല്ലെ, പറയാതെ പറയുക എന്ന് പറയുന്ന പോലെ പരിപാടിയാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. എല്ലാ ആംഗിൾസും 60 ആയിരിക്കും, കോണുകളെല്ലാം 60 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരിക. ഓക്കെ, ഇനി ഇവിടുന്ന് ഏറ്റവും ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ, മാർക്ക് എ 0.7 സെന്റിമീറ്റർ away ഫ്രം ദി സെന്റർ, ഡ്രോ ടാൻജൻസ് ടു ദി സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. എന്താണ്? 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം, എന്നിട്ട് ആ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് എടുക്കണം, അവിടേക്ക് ഒരു വര വരയ്ക്കണം, പോയിന്റ് ഇങ്ങനെ വര വരയ്ക്കണം. ഞാൻ കാണിച്ചുതരാം. എന്നിട്ടോ ആ പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരയ്ക്കണം, 2 ടാൻജൻസ് വരയ്ക്കണം. ഓക്കെ അല്ലേ? ഇന്ന് അവിടെ നോക്കിക്കോ. ഈ ചോദ്യം വെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എന്താ പറഞ്ഞത്? 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക അല്ലെ? അത് നമുക്കറിയാലോ. കോമ്പസ് ഒക്കെ എടുത്തിട്ട് ആണ് വരച്ചോളുക. അപ്പൊ ഇതാണ് കോമ്പസ് വെച്ച ആ വൃത്ത കേന്ദ്രം എന്നും വിചാരിക്കുക. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് എത്ര സെന്റിമീറ്റർ അകലെയാണ്? ഇവിടെ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് എടുക്കുക. വൃത്ത കേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ നീളം എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ ആവണം. ഓക്കെ ആണോ? എന്നിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് 2 തൊടുവര വരയ്ക്കുക, ടാൻജൻസ് വരയ്ക്കുക. നോക്കുമ്പോൾ ഒറ്റയ്ക്ക് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ? തൊടുവരൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചോ? ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വരണം വരച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു ആരം കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരണം? 90 ഡിഗ്രി വരണം. റേഡിയസും ടാൻജന്റും തമ്മിൽ 90 ആവണം. അപ്പൊ ഞാൻ പിന്നെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങോട്ടൊരു ടാൻജന്റ് വരച്ചു എന്ന് വിചാരിക്കാം. ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് റേഡിയസ് ഇങ്ങോട്ട് വരച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്താവണമെന്നില്ല, 90 ആവണമെന്ന് നിർബന്ധം ഇല്ല. അപ്പൊ ആ 90 ആണ് അവരുടെ പ്രശ്നം. ആ ആംഗിൾ 90 ആവുക എന്നുള്ളതാണ് വിഷയം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ 7 സെന്റിമീറ്റർ ആണ് തന്നെ അല്ലെ? അതിനുവേണ്ടി നമ്മൾ ഒരു കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ വെക്കുക. എന്നിട്ട് ഇതിന്റെ പകുതിയിൽ കൂടുതൽ നീളം എടുക്കുക. മുഴുവനാവരുത്, മുഴുവനേക്കാൾ കുറച്ച് കുറവ്. ഓക്കെ, പകുതിയേക്കാൾ കൂടും വേണം, മുഴുവൻ ആവാൻ പാടില്ല. എന്നിട്ടോ മുകളിൽ ഒരു ചാപം, താഴത്ത് ഒരു ചാപം. ക്ലിയർ? അതേപോലെ ഓപ്പോസിറ്റ് വഴി വെക്കുക. അതേ രീതിയിൽ 2 ആർക്ക്, ചാപം എന്ന് വെച്ചാൽ ആർക്ക്. എന്നിട്ട് ഈ 2 പോയിന്റ് കൂടി സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ആ പോയിന്റ് വെച്ചിട്ട് ആ പോയിന്റിൽ കോമ്പസ് ഇങ്ങനെ വെക്കുക, പെൻസിൽ ഇവിടെ വെക്കുക, എന്നിട്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, ഏത് കൂടെയാണോ കടന്നു പോകുന്നത് വെച്ചാൽ അതിൽ കൂടെ ഒരു വൃത്തം വരയ്ക്കുക. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു വൃത്തം വരച്ചിട്ട് ഇനിയാണ് നമ്മുടെ പരിപാടി. ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുക ഈസി അല്ലേ? എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കും വരച്ചാൽ ഇതാ കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഈ 2 ടാൻജന്റ് കിട്ടി. ഈ പി എയും പി ബിയും ഓരോ ടാൻജന്റുകളാണ്, തൊടുവരകളാണ് ആണല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് ആരം വരയ്ക്കാന്ന് വിചാരിച്ചോ, ഇത് 2 90 ഡിഗ്രി ആയിരിക്കും ഉറപ്പ്. കാരണം എന്താ? ഇത് ഈ വൃത്തത്തിന്റെ വ്യാസം അഥവാ ഡയമീറ്റർ ആണ് അല്ലെ? വ്യാസത്തിന്റെ അറ്റത്ത് നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന കോണുകൾ 90 ഡിഗ്രി ആയിരിക്കും. ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും എന്ന് എവിടെ പഠിച്ചിട്ടുണ്ട്? സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള 2ാമത്തെ ചാപ്റ്റർ, വൃത്തങ്ങളും കോണുകളും. ഓക്കെ, അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താ? അതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന്
മാക്സിമം 2 ടാൻജൻസ് ആണ് വരയ്ക്കാൻ കഴിയുക. വൃത്തത്തിന്റെ പുറത്തുള്ള ഏത് പോയിന്റോ ആയിക്കോട്ടെ, അതിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക്, ഈ വൃത്തത്തിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ടാൻജൻസിന്റെ എണ്ണം മാക്സിമം 2 ആണ്. ഒരു പോയിന്റിൽ നിന്ന് 2 എണ്ണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമോ, ഈ 2 എണ്ണത്തിന്റെ നീളവും പി എയുടെ നീളവും പി ബിയുടെ നീളവും ഈക്വൽ അഥവാ തുല്യമായിരിക്കും. ക്ലിയർ ആണോ? ഇവിടെ പഠിക്കേണ്ട പോയിന്റും കഴിഞ്ഞു, ചോദ്യവും കഴിഞ്ഞു. രണ്ടും നടന്നില്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. ഇപ്പൊ പഠിച്ച കാര്യം എന്ത്? ഒരു പോയിന്റിൽ നിന്ന് മാക്സിമം കൂടിപ്പോയാൽ 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കാണല്ലോ ഇപ്പൊ പഠിച്ച്. അത് വെച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യം 183 183 പേജില് ആ ചോദ്യം നോക്കിക്കേ. എന്താ ചോദ്യം? The picture shows the triangle formed by 3 tangents to a circle. Calculate the length of each tangent from each vertex to the point of contact. എന്താ പറഞ്ഞത്? ഇവിടെ ടാൻജൻസ് ആണ് അല്ലെ? ഈ ട്രയാങ്കിൾ ഉണ്ടാക്കിയത് ടാൻജൻസ് വെച്ചിട്ടാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. തൊടുവരകൾ വെച്ചിട്ടുണ്ടാക്കിയ ത്രികോണത്തില് ഈ പോയിന്റിൽ ഞാൻ ഒരു പേര് കൊടുക്കുന്നു, എ ബി സി എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ പി, ഇത് ഞാൻ ക്യൂ, ഇത് ഞാൻ ആർ എന്ന് കൊടുത്താൽ ഈ ഓരോ പോയിന്റിലെ തൊടുവരകൾ വൃത്തവുമായി തൊടുന്ന പോയിന്റ് പി ക്യൂ ആർ, ആ നീളം വരെ, ഏത് വരെ? ഇപ്പോ സി മുതൽ പി വരെ, അല്ലെങ്കിൽ ബി മുതൽ പി വരെ, എ മുതൽ ആർ വരെ, എ മുതൽ ക്യൂ വരെ, ഇങ്ങനെയുള്ള നീളങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി നമുക്ക് തന്നെന്താ? എ ബി 4 ആണ്. മുഴുവൻ നീളം തന്നു, ബാക്കി നീളം, ഈ ചെറിയ ചെറിയ നീളം കണ്ടുപിടിക്കാം. എ സി തന്നു, ചെറുതും കണ്ടുപിടിക്കാം അല്ലെ? ഇതും തന്നു, ഈ ചെറുതും കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ അറിയോ? എന്താ? നമ്മൾ ഏറ്റവും ചെറുതിന് അറിയില്ലല്ലോ, അറിയാത്തോണ്ട് ഏറ്റവും ചെറിയ സൈഡിന് എക്സ് എടുക്കുക. ഇതല്ലേ ഏറ്റവും ചെറിയ സൈഡ്? ഈ എ ആർ പുട്ട് എ ആർ ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, എ ആർ ഇസ് ഈക്വൽ ടു എക്സ് എന്നെടുത്താൽ എന്താ സംഭവിക്കുക? എ ആർ എക്സ് ആണെങ്കിൽ ആയതുകൊണ്ട് എ ക്യൂ എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. കാരണം എന്താ? ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും, ടാൻജൻസിന്റെ നീളം ഈക്വൽ ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്. ഇനി ഈ രീതിയിൽ സ്റ്റെപ്പ് അധികമൊന്നും എഴുതേണ്ട കാര്യമില്ല, ഈസി ആയിട്ട് പറഞ്ഞേ. ഇവിടെ എക്സ് അല്ലേ, ഇത് ആകെ നീളം 5 ആണ്. ആകെ നീളം 5, ഈ ഭാഗം എക്സ്. അപ്പൊ ഈ ബാക്കിയോ? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇവിടെ 2 സെന്റിമീറ്റർ ആണ് വിചാരിക്കുക. അപ്പൊ ആകെ നീളം 5, ഇത് 2, അപ്പൊ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കില്ലേ? അതെങ്ങനെ കിട്ടിയേ? 5ൽ നിന്ന് 2 കുറച്ചാൽ 3 കിട്ടും. ഇവിടെ 2 എന്നുള്ളൊരു ആൻസർ നമ്മുടെ ഇല്ല, പക്ഷെ നമ്മുടെ കയ്യിലുണ്ട് എന്ത്? എക്സ് എന്നുള്ളൊരു ആൻസർ. അപ്പൊ എന്തായിരിക്കും? 5 - 2 അല്ല, 5 - x ആണ്. ഇനി ഈ നീളം 5 - x ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ നീളവും തന്നെയായിരിക്കും 5 - x തന്നെയായിരിക്കും. അതെന്തുകൊണ്ടാ? ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 വരകളാണ് സി ക്യൂവും സി പിയും അല്ലെ? സി ക്യൂ സി പി രണ്ടും തുല്യല്ലേ? അപ്പൊ അത് 5 - x ആയിട്ട് തന്നെ വരും, ഈക്വൽ ആയിരിക്കും. ഇനിയോ ഇവിടെ എക്സ് അല്ലെ? ഇത് മൊത്തത്തിൽ 4. അപ്പൊ ഇവിടെ എഴുതിയ പോലെ ആലോചിച്ചാൽ ഇത് 4 - x. ഇനി അതുപോലെ ആലോചിച്ചാൽ ഈ ബി ആർ 4 - x ആണെങ്കിൽ ബി പിയും എന്തെന്നെയായിരിക്കും? 4 - x ആണല്ലോ. ഇനി വളരെ ഈസി ആയിട്ട് ഇതൊന്ന് എഴുതി വെച്ച്. എന്തൊക്കെ? സി ക്യൂ ഈക്വൽ ടു സി പി, സി ക്യൂ ഈക്വൽ ടു സി പി സമം 5 - x ആണല്ലോ. അടുത്തതോ? ബി ആർ ഈക്വൽ ടു ബി പി, അതെത്രയാണ്? 4 - x. സ്റ്റെപ്പായില്ലേ? ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്തായി? സ്റ്റെപ്പായി. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഈസിയാണ്. ഇവിടെ നമുക്ക് ഇനി എ ബി എ സി ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. എ ബി എ സി ഒക്കെ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം അറിയോ? ഇവിടെ ചെറിയ പ്രശ്നം കിടക്കുന്നുണ്ട്. ഇവിടെ എ ബിയിൽ 5 - x ആണ്. എക്സ് മൈനസ് അല്ലേ? ഈ എക്സോ +2 ആണ്. ഒരു എക്സ് മൈനസ് മറ്റേ എക്സ് പോസിറ്റീവും, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്, അങ്ങനെയുള്ള സൈഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എ സി എടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? പിന്നെ ഏതാ? എ ബി പറ്റുമോ? ഇല്ല. എ ബിയിലും ഒരു എക്സ് പോസിറ്റീവ് മറ്റേ എക്സ് നെഗറ്റീവ്, അങ്ങനെ വരാൻ പാടില്ല. പിന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ബി സി എന്നുള്ള സൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താ? ഇവിടുത്തെ 2 എക്സും നെഗറ്റീവാ. 2 നെഗറ്റീവായ സൈഡ് വേണം നമ്മൾ എടുക്കാൻ. ഇനി അല്ലെങ്കിൽ 2 പോസിറ്റീവ് ആയാലും വിഷയമല്ല. 2 എക്സിന്റെയും സൈൻ സെയിം ആയിരിക്കണം, ചിഹ്നം ഒരുപോലെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ബി സി എടുത്ത്? ഇവിടെ 2 പേരും നെഗറ്റീവാണ്. ഈ ബി സി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോ ബി സി ഒറ്റ വരയുന്നതാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമുക്ക് അതിനെ 2 ആക്കി എഴുതാലോ. എങ്ങനെ? ബി പി പ്ലസ് പി സി അല്ലെങ്കിൽ സി പി എഴുതാലോ അല്ലെ? 2 കഷ്ണങ്ങളാക്കിയിട്ട്. ഇനി നമുക്ക് അറിയാവുന്ന സംഖ്യകൾ കൊടുത്തേ. ബി സി എന്ന് പറഞ്ഞാൽ 7 അല്ലേ? നമുക്കറിയാം. അപ്പൊ 7 സമം ബി പി എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്. ബി പി എന്ന് പറഞ്ഞാൽ 4 - x, ഈ പ്ലസ് ചെയ്യാൻ കിട്ടും. സി പി എന്ന് പറഞ്ഞാൽ 5 - x എന്നും കിട്ടി ആണല്ലോ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 7നെ തൽക്കാലം ഒന്നും ചെയ്യാല്ല, കൂട്ടി വെക്കല്ലേ. 4ഉം 5ഉം കൂട്ടിയാൽ 9. ഈസി അല്ലേ? 4 5 കൂട്ടിയാൽ 9 ഇനിയോ മൈനസ് എക്സും കൂട്ടണം. മൈനസ് എക്സ് പ്ലസ് ഇതും മൈനസ് എക്സ് തന്നെ. ഈ പ്ലസ് മൈനസ് ഒരുമിച്ച് വന്നാൽ മൈനസിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ മൈനസ് എക്സ് എന്താ വരിക? മൈനസ് 2x. അപ്പോൾ എന്ത് വരും? മൈനസ് 2x. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കുക? നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാലോ. എക്സിന്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ തൽക്കാലം എക്സ് അവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ എക്സ് ഉള്ള ഭാഗം അവിടെ നിന്നോട്ടെ. ഈ 9 ഇങ്ങോട്ട് പോരുമ്പോൾ എന്താവും? ഈ 9 പോസിറ്റീവാ, കാരണം ഇവിടെ നെഗറ്റീവ് സൈൻ കാണാണ്ടോ? ഇല്ല. ഒരു സംഖ്യയുടെ തൊട്ട് മുമ്പിലാണ് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമ്മൾ നോക്കണ്ടേ. അപ്പൊ ഇവിടെ നെഗറ്റീവ് കാണാണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ് ഇങ്ങോട്ട് പോന്നാൽ ഈക്വൽ ടു സമത്തിന്റെ പ്രതിക്ക് പോയാൽ നെഗറ്റീവ്. ഇവിടെ അങ്ങനെ ഉണ്ട്, അതങ്ങനെ നോട്ടെ. ഇത് കുറച്ചാൽ -2, അപ്പൊ -2x. ഓക്കെ ആണോ? ഇനി എങ്ങനെ എക്സിന്റെ വില ഇടുക? ഈ എക്സിന്റെ ഒപ്പം -2x എന്ന് പറഞ്ഞാൽ -2 ഗുണിക്കണം x ആണല്ലോ. ആ ഗുണിക്കണം -2 ഇങ്ങോട്ട് പോന്നാൽ എന്താവും? ഹരിക്കണം -2 ആവും. അപ്പൊ ഇവിടെ എക്സ് ഒറ്റയ്ക്കായില്ലേ? അപ്പൊ ഒന്ന് ഉത്തരം പറഞ്ഞേ. -2 എന്താ? 1. ഒരേ സംഖ്യ ഹരിച്ചാൽ 1 അല്ലേ കിട്ടുക? അപ്പൊ എക്സ് എന്ത് കിട്ടി? 1. എക്സ് 1 കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ നീളം 1. അഥവാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം AQവും ARുമാണ് എക്സ്. അത് എത്രയും? 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ചൂടെ? 5 - 1 4 - 1 ഈസി ആയിട്ട് നീ കണ്ടുപിടിക്കാലോ. ഞാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. ഉപയോഗിക്കുന്ന ഐഡിയ ഏതാണ്? ഒരു പോയിന്റിൽ നിന്ന് മാക്സിമം 2 ടാൻജൻസ് തൊടുവരകൾ വരയ്ക്കാം. അതിന് രണ്ടിനും ഒരു നീളമായിരിക്കും, ഒരേ നീളമായിരിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയാലോ. ഇനി പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അതാണ് ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം. ഓക്കെ, ഇവിടെ ഇൻസർക്കിൾ വരയ്ക്കാൻ അഥവാ അന്തർവൃത്തം വരയ്ക്കാനും വരും, ഒപ്പം അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനും വരും, ആരം കണ്ടുപിടിക്കാനും വരും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു ഇക്വേഷൻ ആണ്. എന്താണ്? അന്തർവൃത്ത ആരം അഥവാ മലയാളത്തിൽ അന്തർവൃത്ത ആരം എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്താ പറയുക? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എന്ന് പറയും. ഓക്കെ, അതെങ്ങനെയാണ്? റേഡിയസ് ഓഫ് ഇൻസർക്കിൾ കാണാനുള്ള ഇക്വേഷൻ R = A/S എന്നാണ്. R = A/S. എന്താണ് A? എന്താണ് S? A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ്. A എന്ന് വെച്ചാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ്. ഇത് കാണാൻ നമ്മൾ ഇവിടെ പഠിക്കേണ്ട പുതിയൊരു ഇക്വേഷൻ സമവാക്യം എന്ന് പറയുന്നതാണ് റൂട്ട് ഓഫ് S × S - A × S - B × S - C. ഇതാണ് ഇക്വേഷൻ. എന്താ ABC? S ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. S അവിടെ നിൽക്കട്ടെ, ABC ഞാൻ പറയാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ എസും ഈ എസും ഒന്നാണ്. ഈ 2 എസും ഒരേ കാര്യമാണ്, അതുകൊണ്ട് അത് അവിടെ കട്ടെ. എന്താ അവിടുത്തെ ABC? സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ. എന്താണ്? ത്രികോണത്തിന്റെ വശങ്ങളാണ്. ABC. ഈ 3 വശങ്ങൾ, ത്രികോണത്തിന് 3 വശം ഉണ്ടാവുക. അതിൽ ഒന്നിന് A, മറ്റേത് B, മൂന്നാമത്തേന് C. അത്രയേ ഉള്ളൂ. അത് 3 നമുക്ക് ചോദ്യത്തിൽ തരും. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഇനി എന്താ S എന്താ? S എന്ന് പറഞ്ഞാൽ ഇത് 3ഉം കൂടിയാണ് കൂട്ടുക. ഈ Aയും Bയും Cയും കൂടിയാണ് കൂട്ടുക. അതിന്റെ പകുതി /2. A + B + C/2 എന്ന് വെച്ചാൽ ഹാഫ് ഓഫ് പെരിമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? ചുറ്റളവിന്റെ പകുതി. എയും ബിയും സിയും കൂടി കൂട്ടിയാൽ ചുറ്റളവ്, പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ആണ് കിട്ടുക. ത്രികോണത്തിന്റെ ചുറ്റളവ് കിട്ടും, അതിന്റെ പകുതിയാണ് S. ഓക്കെ, അങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല. A + B + C/2. ഈ കാര്യം അറിഞ്ഞാലാണ് ഇവിടത്തെ ചോദ്യം ചെയ്യാൻ കഴിയുക. അപ്പൊ ഇവിടുത്തെ ചോദ്യം നമുക്ക് നോക്കി നോക്കിയാലോ. ഓക്കെ, അതിന് പറ്റിയ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. പേജ് നമ്പർ 187 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനുശേഷം ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? Draw the triangle with sides 7 cm, 8 cm, 9 cm and draw its incircle. എന്താണ്? 7, 8, 9 സെന്റിമീറ്റർ വശങ്ങളോട് കൂടിയ ത്രികോണം വരച്ച ശേഷം അന്തർവൃത്തം വരയ്ക്കുക. ഇവിടെ ആരം കാണാൻ പറഞ്ഞിട്ടില്ല. ആരം കാണുന്നത് എങ്ങനെയെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചോദ്യത്തിൽ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കുക? വരയ്ക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 1 മില്ലിമീറ്ററിന്റെ വ്യത്യാസം ഇല്ലാതെ നമ്മൾ കൃത്യമായിരിക്കണം. ഇപ്പൊ നമുക്ക് 7, 8, 9 ആണ് സൈഡുകൾ വേണ്ടത് എങ്കിൽ എല്ലാ സൈഡ് എടുക്കുമ്പോഴും വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ ഇവിടെ ആദ്യം എനിക്ക് ഇഷ്ടമുള്ള ഒരു സൈഡ് വരച്ചു. ഇപ്പൊ 9 വേണമെങ്കിൽ 9 വരയ്ക്കാം, ഏത് വേണേ വരയ്ക്കാം കേട്ടോ.
അപ്പൊ 9 ഞാൻ ഇവിടെ വരച്ചു. അത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് വരച്ചാൽ ക്ലിയർ ആയിട്ട് വരക്കണം എന്ന് മാത്രം. ഇനിയോ, ഇനി 8 വേണം 7 വേണം അല്ലെ? അത് കോമ്പസിന്റെ സഹായം വേണം. കോമ്പസിൽ ആദ്യം 7 എടുക്കുകയാണെങ്കിൽ 7 എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഇപ്പൊ ഞാൻ അവിടെ വെച്ച് ഒരു ആർക്ക് അഥവാ ചാപം വരച്ചു. പിന്നെ 8 എടുത്തിട്ട് വീണ്ടും ഈ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചാപം വരച്ചു. ഇതിങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ആ കോമ്പസിൽ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, 1 മില്ലിമീറ്റർ വ്യത്യാസമില്ലാത്ത രീതിയിൽ വരച്ചാൽ പോലും ഇൻസർക്കിൾ ക്ലിയർ ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി എന്താ ചെയ്യണ്ടേ? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. കോമ്പസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയൊരു അകലത്തില് ഇങ്ങനെ 2 ആർക്ക് ചാപം വരയ്ക്കുക. ക്ലിയർ ആണോ? എന്നിട്ട് ആ അളവില്ലേ, ഈ അളവ് കോമ്പസിന്റെ അളവ് അത് അനക്കാതെ ഈ പോയിന്റിൽ ഇപ്പൊ ഈ കിട്ടിയ 2 പോയിന്റിൽ വെക്കുക. ആദ്യം ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇത് ക്രോസ് ചെയ്ത് വരുന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ടോ കറക്റ്റ് കറക്റ്റ് ഇങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനിയോ, ഇനി ഈ അളവ് വേണമെന്നില്ല, പുതിയൊരു അളവ് എടുത്താലും കുഴപ്പമില്ല. ഇവിടെ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയൊരു അളവ് എടുക്കുക. വീണ്ടും 2 ആർക്ക് ചാപം വരയ്ക്കുക. ഇപ്പൊ കിട്ടിയ 2 പോയിന്റ്സിൽ നേരത്തെ ചെയ്ത പോലെ കോമ്പസ് വെക്കുക. ഇവിടെ വെച്ചിട്ടും എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇത് കൂടെ വരയ്ക്കുക. വളയാൻ പാടില്ല കേട്ടോ, പെർഫെക്റ്റ് ആവണേ. ഞാൻ വരച്ചതൊക്കെ വളഞ്ഞിട്ടുണ്ട്, നമ്മള് സ്കെയിലും പെൻസിലും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കൃത്യമായി വരയ്ക്കണം. ഇപ്പതാ ഈ 2 ലൈനും കൂടി ഇവിടെ കൂട്ടിമുട്ടിയില്ലേ? ആ 2 ലൈനും, ഈ പോയിന്റ് അല്ല ഇപ്പുറത്തെ പോയിന്റ്, 2 ലൈനും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് ഇൻ സർക്കിളിന്റെ സെന്റർ, അന്തർവൃത്തത്തിന്റെ കേന്ദ്രം. എന്നിട്ട് ഇവിടുന്ന് സ്ട്രൈറ്റ് പിടിച്ചിട്ട് ഒരു താല്പര്യം വരച്ചോളൂ. വരയ്ക്കാണ് നല്ലത്. ഓക്കെ, ഇത് സ്ട്രൈറ്റ് ആണോ അതേ ഒരു പണിയുണ്ട്. പൊട്ടറാക്ട് വെക്കുക. 90 ആണോ നോക്കുക. 90 ആവണം. ഓക്കെ, 90 ആയില്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കുക. എന്നിട്ട് കോമ്പസ് ഇവിടെ വെക്കുക. കോമ്പസ് ഇവിടെ, പെൻ ഇവിടെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെൻസിൽ ഇവിടെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ലൈനില്ലേ, ഈ ലൈന് അതിപ്പോ തൊട്ടില്ലാച്ചിട്ട് വെക്കാല്ലേ. ഇത് കണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. അതവിടെ നോക്കിപ്പോ ഈ ചുവന്ന ലൈന് തൊട്ടില്ലാച്ചിട്ടാണ് പെൻസിൽ വെക്കേണ്ടത്. ക്ലിയർ ആണോ? എന്നാ തൊടും വേണം, എന്നാ തികച്ചാണ് തൊട്ടിട്ടുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വേണം നിർത്താൻ. എന്നിട്ടോ അങ്ങനെ കോമ്പസ് ഇവിടെ വെച്ചിട്ട് പെൻസിൽ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അന്തർവൃത്തം വരയ്ക്കാൻ. ഇപ്പൊ ബലൂൺ പോലെയൊക്കെ ആയി. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ എന്തായിക്കോളും, ക്ലിയർ ആയിക്കോളും. ഓക്കെ, പക്ഷെ എവിടെയും ഈ പറഞ്ഞ ഒരളവിലും 1 മില്ലിമീറ്റർ വ്യത്യാസം ഉണ്ടാവരുത്. വ്യക്തമായി കരുതുന്നു. ഡൗട്ട് ഉള്ളത് ഒന്നുകൂടി പിറകോട്ട് അടിച്ച് വെച്ച് നോക്കുക. എന്നിട്ടൊന്ന് വരച്ച് നോക്കണം കേട്ടോ. ഇത് കാണുന്ന അത്ര ഈസി അല്ല, വരയ്ക്കുമ്പോൾ ഉത്തരം ക്ലിയർ ആയി കിട്ടാൻ. കാരണം ഇവിടെ ഈ സൈഡിനെ ടച്ച് ചെയ്ത് പോകണം, ഇവിടെ ഈ സൈഡിനെ ടച്ച് ചെയ്ത് പോകണം. എന്നാൽ പുറത്തു കൂടെ ഒന്നും പോകാനും പറ്റില്ല, പുറത്തു കൂടെ അകത്തു കൂടെ ഒന്നും പോകാനും പറ്റില്ല. 3 സൈഡിലും ഇങ്ങനെ തന്നെ ടച്ച് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ അത് റിസ്ക് ഉണ്ട്. വരച്ചു നോക്കുക. ഇനി അടുത്തത് എന്താ, ഇതിന്റെ ആരം അല്ലെ. ആരം കാണാൻ, റേഡിയസ് കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാലോ, A/S. അതിന് ആദ്യം എയും എസും അറിയണം അല്ലെ. എസ് കണ്ടുപിടിക്കാം. എസ് എങ്ങനെ കണ്ടുപിടിക്കുക? A+B+C/2. ഞാൻ അത് ABC എന്നെടുത്തു. ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ 7+8+9/2 ആണല്ലോ. 7ഉം 8ഉം 9ഉം 7ഉം 8ഉം കൂട്ടിയാ 15, 15ഉം 9ഉം 24, 24/2 12. കറക്റ്റ് അല്ലേ? 7, 8, 15, 24/12 ആണ്. ക്ലിയർ. എന്നിട്ടോ എസ് കിട്ടി. എസ് കിട്ടിയിട്ട് നമ്മൾ എ കണ്ടുപിടിക്കണം അല്ലെ. കാരണം എ കാണുമ്പോ പലപ്പോഴും ഏരിയ കാണുമ്പോഴും എസിന്റെ ആവശ്യമുണ്ട്. എന്താണ് എ? √S × S - A × S - B × S - C. എസും എയും ബിയും സി ഒക്കെ അവിടെ അല്ലേ. അപ്പൊ √S എന്ന് പറഞ്ഞാൽ 12. അപ്പൊ 12 × S - A 12 - A. A എന്ന് പറഞ്ഞാൽ ഇവിടെ 7 അല്ലേ. അപ്പൊ 12 - 7, 12 - 8, 12 - 9. ഇനി നമുക്ക് അറിയാലോ എന്താ, ഈ 12 അവിടെ കിട്ടെ. 12 × 12ൽ നിന്ന് 7 പോയാൽ 5 × 12ൽ നിന്ന് 8 പോയാൽ 4 × 12ൽ നിന്ന് 9 പോയാൽ 3. മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാലോ, ഗുണിക്കാലോ. എങ്ങനെ? 4 3 12, 12 5 12 5 12 5 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 × 12. ഈ സൈഡ് നിങ്ങൾ ഗുണിച്ചു നോക്കിയാൽ, ഞാൻ ഈ സൈഡ് പറയുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല, ഗുണിച്ചു നോക്കുക. 60 × 12 ചെയ്താൽ 720. ഓക്കെ, 60 × 12 720. √720 ഇല്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ മെനക്കെടണ്ട, അവിടെ നിർത്തിക്കോളുക.
എന്നിട്ട് ഫൈനൽ ആൻസർ എഴുതി വെക്കുക. R is equal to A/S അല്ലേ? A എന്ന് പറഞ്ഞാൽ √720 ബൈ S എത്രയാണ്? അവിടെ 12. ഇതിന്റെ ഉത്തരം നമുക്ക് അറിയില്ലല്ലോ, മാർക്ക് പോവല്ലോ എന്നൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു എളുപ്പപ്പണി ഉണ്ട്. എന്താ? ഈ അന്തർവൃത്തത്തിന്റെ റേഡിയസ് അല്ലേ ആരല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ? ചിത്രമുണ്ടെങ്കിൽ ഈസിയാ. എന്തുകൊണ്ടാ ചിത്രമുണ്ടെങ്കിൽ ഈസി എന്ന് പറയാനുള്ള കാരണം? ദാ ആ ഉത്തരം എന്താണെന്ന് അറിയാം. നിങ്ങൾ ഇതാ ഈ നീളം ആണ് അളന്ന് നോക്കിയത്. കാരണം എന്തല്ലേ ആരം? ഈ അന്തർവൃത്തത്തിന്റെ ആരല്ലേ ആ വരച്ച വര റേഡിയസ് അല്ലേ? അതാണ് അളന്ന് നോക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് അളന്ന് നോക്കിയാൽ എന്താണോ കിട്ടുന്നത് അതിവിടെ എഴുതി വെച്ചാൽ മതി. ആൻസർ ആയില്ലേ? ചിത്രമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വഴിയുണ്ട്, ചിത്രമില്ലെങ്കിൽ ഇത് അവിടെ വെച്ച് നിർത്തിക്കൊള്ളുക. അതുകൊണ്ടും കുഴപ്പമൊന്നും ഇല്ല. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ പാഠത്തിലെ അവസാനത്തെ ചോദ്യം ഒരു കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാം കൂടി ഇങ്ങനെ കൂടിച്ചേർന്ന ചോദ്യം നോക്കല്ലേ? എന്താ ചോദ്യം? ദ സർക്കിൾ വിത്ത് സെന്റർ O ടച്ചസ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ PQR. AB is equal to AC, AQ is equal to 4 cm, CQ is equal to 6 cm അല്ലേ? പോട്ടെ ആയിക്കോട്ടെ. എന്താ ഈസി ആയിട്ട് പറഞ്ഞാൽ ഇത് ഈ സർക്കിളിന്റെ ടാൻജൻസ് ആണ്, തൊടുവരകളാണ് AB, AC, BC. ക്ലിയർ ആണല്ലോ? തൊടുവരകളാണ്. ഈ പോയിന്റുകളിൽ RQP അല്ലെങ്കിൽ PQR ഈ പോയിന്റുകളിലാണ് അത് വൃത്തവുമായി ടച്ച് ചെയ്യുന്നത്. ഈ ടാൻജന്റ് സർക്കിളുമായി ടച്ച് ചെയ്യുന്ന പോയിന്റുകളാണ്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈസി അല്ലേ? എന്നിട്ട് എന്തൊക്കെ തന്നു? AB ഈക്വൽ ടു AC. ABയുടെ നീളവും ACയുടെ നീളവും ഈക്വൽ ആണ്. AQ 4 ആണ്, CQ 6 ആണ്. ഇത്രയും കാര്യങ്ങൾ തന്ന ശേഷം എന്താണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? CP എത്രയാണ്? എന്താ ചോദ്യം? CP. എവിടെ CP? ഈ നീളം. അപ്പൊ തന്നതൊക്കെ ഒന്ന് ഈ ചിത്രത്തേക്ക് എഴുതി നോക്കിയാലോ? ഇവിടെയാണ് ആൻസർ ചെയ്ത് തുടങ്ങുന്നത്. എന്നാൽ നമുക്ക് നോക്കി നോക്കാം. CP എന്താ തന്നെ? AQ 4 ആയിക്കോട്ടെ, AQ 4 ആയിക്കോട്ടെ. CQ 6. അത് വളരെ നല്ല കാര്യം. CQ തന്നാൽ ഈസി ആണല്ലോ. CP എത്രയായിരിക്കും? CQ 6 ആണെങ്കിൽ CPയും എന്തെന്നെയായിരിക്കും? 6 ആയിരിക്കും. കാരണം CQയും CPയും ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് ആണ്, തൊടുവരകളാണ്. അപ്പൊ ഈ രണ്ടിന്റെ നീളം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ CQ 6 ആയാൽ CPയും 6 തന്നെ. ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇനി എന്താ രണ്ടാമത്തത്? B എന്താ? ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഫൈൻഡ് ദി ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന്റെ ഏരിയ, പെരിമീറ്റർ രണ്ടും കാണാം. ചുറ്റളവും പരപ്പളവും കാണാം. ആദ്യം ചുറ്റളവ്, പെരിമീറ്റർ, പിന്നെ ഏരിയ, പരപ്പളവ്. ഓക്കെ, എങ്ങനെ ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കാണുക? അപ്പോ എഴുതുക പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ അല്ലെ? ത്രികോണത്തിന്റെ ചുറ്റളവ്. ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? 3 വശങ്ങളും കൂടി കൂട്ടുകയാണ് വേണ്ടത്. A+B+C/2 വേണ്ട. ഓക്കെ, 3 വശങ്ങളും കൂടി കൂട്ടുക. സം ഓഫ് 3 sides എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാലോ. ഈ 3 സൈഡ് കൂടി കൂട്ടണമെങ്കിൽ ആദ്യം 3 സൈഡ് നമുക്ക് അറിയണ്ടേ? അതിനുവേണ്ടി ശ്രദ്ധിച്ചോളാ. നമുക്ക് AQ തന്നു അല്ലെ? തന്നു. ഓക്കെ, CQ തന്നു, അത് തന്നു. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇനി നമുക്ക് ഇവിടെ AR വേണം, BP വേണം. ഈ രണ്ടെണ്ണം കിട്ടിയ പ്രശ്നമില്ലേ? AR, BR, BP 3 എണ്ണം കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ 4 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 4 തന്നെ ആയിരിക്കില്ലേ? A എന്നുള്ള പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് വര തുല്യമായിരിക്കും അല്ലെ? പിന്നെ ഒരു കാര്യം തന്നു, ഇമ്പോർട്ടന്റ് ആയിട്ട്. എന്താ അത്? AB ഈക്വൽ ടു AC. AB എന്ന് പറയുന്നതിന്റെ നീളവും AC എന്ന് പറയുന്നതിന്റെ നീളവും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ നിന്ന് മനസ്സിലാക്കാം AC എന്ന് പറഞ്ഞാൽ 6 4 10 അല്ലെ? അപ്പൊ AB എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയ 10 തന്നെ കിട്ടണം. 10 കിട്ടണമെങ്കിൽ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 6 വന്നാലേ 10 ആവുള്ളൂ. ഇനി BR 6 ആണെങ്കിൽ BQ എന്തായിരിക്കും? 6. അപ്പൊ നമുക്ക് 3 സൈഡും കിട്ടിയില്ലേ? ഈസി ആയിട്ട്. ഈ 3 സൈഡും കൂടി കൂട്ടിയാൽ ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 12 അല്ലെ? അപ്പൊ 10 പ്ലസ് 12 അഥവാ 10 10 10 30 32. ഈസി ആയില്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതിനൊന്നും വലിയ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ചുറ്റളവ് കിട്ടി. ഇനി ഏരിയ കാണാൻ നമുക്കറിയാലോ. എങ്ങനെ ഏരിയ കാണുക? ഏരിയ അഥവാ പരപ്പളവ്. 3 സൈഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പരപ്പളവ് കാണാൻ എന്താ? റൂട്ട് ഓഫ് S × S - A × S - B × S - C. S ഇവിടെ ഇല്ല. S നമുക്ക് കണ്ടുപിടിക്കാലോ. എന്താ S? ചുറ്റളവ് 32. 3 വശങ്ങളും കൂടി കൂട്ടിയാൽ A+B+C എന്ന് പറഞ്ഞാൽ അത് 32 ആണ്. അപ്പൊ S എന്തായിരിക്കും? അതിന്റെ പകുതി 16. 16 - A 10 ആണെങ്കിൽ 16 - B അതും 10 തന്നെയല്ലേ? 10 10. പിന്നെ 16 - C 12 ആണല്ലോ. ഈക്വൽ ടു റൂട്ട് ഓഫ്
16 ഇൻറ്റു 16 നിന്ന് 10 കുറച്ചാൽ 6 ഇൻറ്റു 16 നിന്ന് 10 കുറച്ചാൽ വീണ്ടും 6 ഇൻറ്റു 16 നിന്ന് 12 കുറച്ചാൽ 4. ഇതൊക്കെ കൂടി ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും എന്ത്? നമ്മുടെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്. എന്താ ഉത്തരം കിട്ടുക? റൂട്ട് ഓഫ് 2304. 2304 റൂട്ട് ഉണ്ട്. റൂട്ട് 2304 എന്ന് പറഞ്ഞാൽ അത് 48 ആണ്. ഒന്ന് ആലോചിക്കുക, 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 അല്ലെ? 50ന്റെ സ്ക്വയർ 50 × 50 2500 ആണ്. അപ്പോ 2304 എന്ന് പറഞ്ഞാൽ 50ന്റെ ഏകദേശം അടുത്തായിട്ട് വരും. അപ്പൊ ഒരു ബെസ്റ്റ് അടിച്ച് ചെയ്ത് നോക്കുക. 49 ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ 48 ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ക്ലിയർ ആണല്ലോ? 48 × 48 49 × 49 ചെയ്താൽ അത് കിട്ടും. ഇനി ലാസ്റ്റ് സി ക്വസ്റ്റ്യൻ എന്താ? ആർ റേഡിയസ്, ആരം കണ്ടുപിടിക്കുക. ആരം കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? A/S. A ഇവിടെ കിട്ടിയിരുന്നു 48 ബൈ S എത്ര? 16. 48 ഹരിക്കണം 16 എന്ന് പറഞ്ഞാൽ അത് 3 സെന്റിമീറ്റർ ആണ്. അത് കിട്ടിയല്ലോ. അങ്ങനെ ഒന്നിലധികം ആശയങ്ങൾ യോജിപ്പിച്ച ചോദ്യങ്ങളും വരാം. ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്.